ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2 ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതെല്ലാം ഞാൻ മുന്നേ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ആണ്. അതായത് അതിൽ ഇമോജീസ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പകരം നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, ഒരു കല്യാണ ലെറ്ററിൻ്റെ ഒരു പീസാണ്. അതിനകത്തുള്ള ആ ഒരു ലവ്സിനെ ഞാൻ ഇതേപോലെ കുറച്ച് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ളും നമ്മുടെ ലവിൻ്റെ പല കളേഴ്സിലുള്ള സ്റ്റിക്കേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഞാനത് കുറേ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അകത്തായിട്ട് ഒരു ലെയറും കൂടി ലവ്സിനെ വരച്ചെടുക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അകത്തെ ലെയറിന് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മാർക്കേഴ്സ് ആണ്. മാർക്കറിൽ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന റെഡ് കളറാണ്. കാര്യം ലവ് ചിഹ്നത്തിന് റെഡ് കളർ ആണല്ലോ ഓൾറെഡി. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കളേഴ്സ് എടുത്തിട്ട് ഞാൻ കുറേ ലവ് ചിഹ്നത്തിന് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 30ഓളം കളേഴ്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ കളറിങ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് കമന്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നമ്മളിവിടെ കളേഴ്സ് എല്ലാം അടിച്ച് തീർന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി ഇതിന്റെ മുകളിലായിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് വെള്ളം വീണാലും നനഞ്ഞാലും ഇതിന്റെ ആ ഒരു കളർ ഷെയ്ഡ് ഇങ്ങനെ പകർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എല്ലായിടത്തും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് കറക്റ്റ് ലവ് ചിഹ്നത്തിന്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്യുന്നത് വേറെ എങ്ങനെയും അല്ല, നമ്മൾ ആദ്യം വരച്ച ആ ഒരു ലെയർ ഇല്ലേ, അതിന്റെ മുകളിലൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഈ സ്റ്റിക്കേഴ്സിന്റെ ഒക്കെ ബാക്കിൽ വൈറ്റ് ലെയർ വരൂലേ, അതുപോലെ നമുക്ക് കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ലെയർ വരച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഓയിൽ ഷീറ്റ് എടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് ലവ് ചിഹ്നം എടുത്ത് ഒട്ടിച്ച് വെക്കുക. ഈ ഒരു ഓയിൽ ഷീറ്റ് എനിക്ക് കിട്ടിയത് ഈ ഹരിതകർമ്മ സേനയുടെ കുറച്ച് QR എല്ലാ വീട്ടിലും ഒട്ടിച്ചിട്ടില്ലേ, അതിന്റെ ബാലൻസ് വന്ന കുറേ പേപ്പർ ഇവിടെ കളഞ്ഞിട്ട് പോയിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് വെച്ചിരുന്നതാണ്. ആ ഒരു പേപ്പറിലാണ് ഞാൻ ഇപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത്. കറക്റ്റായിട്ട് ആ ഒരു ചതുരം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഓയിൽ ഷീറ്റിൽ വെച്ചിരിക്കുന്ന ലവ് ചിഹ്നം നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള കുറച്ച് ലവ് ചിഹ്നമാണ്, അല്ലാതെ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ലവ് ചിഹ്നമല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ നമ്മുടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കളയേണ്ട കാര്യമില്ല. അത്രയും സെല്ലോ ടേപ്പ് നമുക്ക് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് പീസുകൾ മാറ്റി വെച്ചിരുന്നു. ശേഷം നമ്മൾ ലവിന്റെ ഷെയ്ഡിൽ കുറച്ച് വലുതായിട്ട് തന്നെ മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിന്റെ ബാക്കിലുള്ള ആ ഒരു പേപ്പർ, അതായത് ആ ഓയിൽ ഷീറ്റിന്റെ പേപ്പർ നമുക്ക് ഇളക്കി കളയുമ്പോൾ നല്ല സൂപ്പർ സ്റ്റിക്കേഴ്സ് നമ്മുടെ കയ്യിൽ കിട്ടും. കാര്യം തന്നെ ഇത് ഇതേപോലെ ഇളക്കിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റെഡ് കളറിലുള്ള സ്റ്റിക്കർ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനൊരു 2-3 എണ്ണം കൂടി ഒട്ടിച്ച് കാണിച്ചു തരാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ സെല്ലോ ടേപ്പ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ആ ഒരു ലവ് ചിഹ്നത്തിന്റെ ഫുൾ സൈഡിലും നമ്മൾ സെല്ലോ ടേപ്പ് വരുന്നില്ല, ആ ഒരു റൗണ്ടിൽ മാത്രമേ സെല്ലോ ടേപ്പ് വരുന്നുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സിൽ നമ്മൾ എന്തെങ്കിലും ഗമ്മോ പശയോ അല്ലെങ്കിൽ ഫെവിക്കോളോ തേച്ചതിന് ശേഷം മാത്രം ഒട്ടിക്കുക. രണ്ടാമത്തതിന് നമുക്ക് സെല്ലോ ടേപ്പ് ഓൾറെഡി ഉണ്ട് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ടാറ്റാ.